ഇനി എനിക്ക് അനുഭവിക്കാം വയ്യ. അങ്ങനെയൊക്കെ ചിരിച്ച് പുറത്തുണ്ട്. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അത്രയേറെ ആൾക്കാർ കുട്ടികൾക്കാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വണക്കം, നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി. അവരെക്കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. സാമാന്യം വലിയൊരു ഫാമിലി വ്ളോഗേഴ്സ് ചാനൽ അവർക്കുണ്ട്. അതിൽ ധാരാളം ഫോളോവേഴ്സും അവർക്കുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചിട്ട് മുമ്പും നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. 2 പെൺമക്കളാണ് അവർക്ക്. മൂത്ത മകൾ പൊന്നു വന്നിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്ത് വേറെ ഒരാളുടെ കൂടെ പോയി പുള്ളിയെ വിവാഹം കഴിച്ചു. ഇളയ മകൾ നന്ദന എന്ന് പറയുന്ന കുഞ്ഞനും വിവാഹം നിശ്ചയിച്ച് വെച്ചിരുന്ന പയ്യൻ്റെ കൂടെ വീട്ടുകാരുടെ അറിവോടെ തന്നെ നിശ്ചയിച്ചിരുന്ന കല്യാണ ബന്ധമായിരുന്നു അത്. പക്ഷേ ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അടുത്തിടെ അവരുടെ വിവാഹവും നടന്നു. അപ്പോൾ ആ വിവാഹം നടന്നതിന് ശേഷം പൊന്നുവിൻ്റെ ഹസ്ബൻഡും കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് അവരുടെ വീഡിയോസിൽ, അവരുടെ ചാനലിലെ വീഡിയോസിൽ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും കുറേ കാര്യങ്ങൾ വീഡിയോസിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇപ്പം കാണാം. അത് വരട്ടെ. അതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിച്ചിട്ട് പിറകെ നമ്മൾ ഇവരൊക്കെ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കത് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഈ അമ്മയ്ക്ക് വന്നിട്ട് ആ മകളോടുള്ള പക, ഇത്രയ്ക്കും വിദ്വേഷം വരാനുള്ള ഒരു ന്യായവുമില്ല എന്ന് ധാരാളം പേര്, ഇവർക്ക് ധാരാളം നെഗറ്റീവ് കമൻസ് അവരുടെ ചാനലിൽ വരുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവർക്ക് മക്കളുടെ ഇടയ്ക്ക് പക്ഷപാതമുണ്ട് എന്നുള്ളത്, ഒരു നല്ല രീതിയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആദ്യം മൂത്ത മകൾ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും അവർ ഇളയ മകളെയും പൊക്കി പിടിച്ചിട്ട് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് മൂത്ത മകളെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ സ്വീകരിക്കുകയും ഇപ്പോൾ പക മുഴുവനും ഇളയ മകളോട് കാണിക്കുന്നു എന്നൊക്കെ ആണ് ഇവർക്കെതിരെയുള്ള നെഗറ്റീവ് കമൻസിൽ ഭൂരിഭാഗം പേരും പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ സ്വന്തം മക്കളെക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ അവരുടെ ഭാവിക്ക് അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ ഇളയ മകളുടെ ഈ കല്യാണം കഴിഞ്ഞ അവസരത്തിലും ഇവർ വെറുതെ ഇരിക്കുന്നില്ല. വായിൽ വരുന്നതൊക്കെ ഈ കുട്ടികൾക്ക് നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, എന്തു തന്നെയായാലും ഈ ഇളയ മകൾക്ക് ഗുരുതരമായിട്ടുള്ള ഏതോ ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതൊക്കെ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ച് മാതാവിന്, അമ്മയ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹവും കരുതലും ഒന്നും മനസ്സിലാക്കാതെ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ആ കുട്ടി ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് അമ്മയ്ക്ക് അതിൻ്റെ വിഷമം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം വന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ എന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ 2 പക്ഷത്തിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പക്വത കാണിക്കേണ്ടത്. കാരണം ഈ കുട്ടികൾക്ക് പക്വത കുറവുള്ളത് കൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് എങ്കിലും അവർ എന്തായാലും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത് ഒരു പക്ഷേ തെറ്റായിരിക്കാം. പക്ഷേ ആ കല്യാണം നടന്ന സ്ഥിതിക്ക് ഇനിയും ഇങ്ങനെ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ പബ്ലിക്കലി വന്ന് ആൾക്കാരെയൊക്കെ ഇത് അറിയിക്കുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കഴിയുന്നതും ഒരു സംയമനം പാലിച്ചിട്ട് കൈകാര്യം ചെയ്യാനും അതിൻ്റെ ആവശ്യമുള്ളൂ യഥാർത്ഥത്തിൽ. അതിനു മുമ്പ് നമ്മൾക്കിനി ഇവർ ഓരോരുത്തരായിട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാൻ വിളിച്ചോണ്ട് പോയപ്പോ എനിക്ക് ആ പെൺകുട്ടി എഴുതിനെന്താന്ന് മനസ്സിലായില്ല പറഞ്ഞത്. എന്നാൽ എനിക്ക് ഉദ്ദേശിച്ചത് ആരെന്നടിയെന്ന് ഉദ്ദേശിച്ചു. എനിക്ക് അത് എഴുതിക്കുന്നു എനിക്ക് മനസ്സിലായി. ഇപ്പൊ കൊല്ലും പുണ്യാളത്തെ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇന്നും ഞാൻ എന്റെ വീട്ടില് അന്നെ അച്ഛൻ നമുക്ക് ഇത്രയും വിഷമം വരാതെ റീസൺ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയെ അവരെങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഈ പറയണവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കറിയാലോ ഇതെങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ നടത്തണം എന്നുള്ള. നാളത്തെ ഒരു ദിവസം ആലോചിച്ചാൽ എന്റെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമം. ചിരിച്ചുകൊണ്ട് എന്താ പറയാ വിഷമിക്കുന്ന നൂറാട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ എന്നിട്ട് 100 വട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരി നാളെ ആവണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഉപ്പോടെ ആവില്ല ഉപ്പിലിട്ടത്. അതാണ് നമ്മളുടെ സത്യം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ഉപ്പിലിട്ടത് അങ്ങോട്ട് ഉപ്പ് പിടിച്ചാലും അതങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ആക്കി തീർക്കുക. ഒരു ഉപദേശം ഞാൻ പറഞ്ഞതുള്ളൂ. അത് ആർക്ക് വേണമെങ്കിൽ കേൾക്കാം, ആർക്ക് അല്ല. ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ
സ്വന്തം അച്ഛനോട് അമ്മോട് തോന്നാത്തൊരു വികാരം വേറൊരു ആൾക്കാരോട് തോന്നും. എനിക്കറിയില്ല, ഇപ്പത്തെ തലമുറയ്ക്ക് തോന്നും, ഇപ്പത്തെ തലമുറകൾക്ക് തോന്നുന്നു. ഇപ്പൊ സത്യമാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ പൊന്നൂസ് ആണെങ്കിൽ ഇപ്പോൾ ആകപ്പാടെ അങ്ങ് ശീലാവതിയായിട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരി വന്നിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇതേ വിഷമവും ഇതേ മനസ്സ് തകർന്ന അവസ്ഥയും ഒക്കെ ആയിരുന്നു എന്നുള്ളത് പുള്ളിക്കാരി മറന്നുപോയെന്നും തോന്നുന്നു. ഇപ്പോൾ അനിയത്തി ചേച്ചി തെളിച്ച അതേ വഴിയിൽ കൂടെ അനിയത്തിയും അതുപോലെ ചെയ്തപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇത് ആകപ്പാടെ ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊല്ലി ഉണ്ടാവും, എത്ര സത്യം എന്ന് പറഞ്ഞാൽ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മാറ്റി മോഹിക്കുന്നു. സത്യം, ഓരോ പഴഞ്ചൊല്ലുകളും ലൈഫില് സത്യം. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ്. മക്കളെ കണ്ടും മാമ്പൂവും കണ്ടും കുതിക്കരുത്, സത്യം. എന്നുവെച്ചാ ഇപ്പൊ ഇന്നൊക്കെ ഞാനുണ്ടല്ലോ ശരിക്കൊരു ഭ്രാന്തത്തിന് എന്തെങ്കിലും അവസ്ഥയാണ്. സത്യം, എനിക്കിതിൻ്റെ ഉള്ളിൽ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ ഭയങ്കര വിമഷ്ടടി, ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. മെസ്സേജ് നിങ്ങൾ രണ്ടാളുടെ പോലെ സ്നേഹിക്കണുണ്ടല്ലോ എന്നൊക്കെ കളപ്പിൽ സത്യം. അപ്പോഴേക്കും തോന്നുന്നു ഞങ്ങൾ രണ്ടാളുടെ സ്നേഹത്തിന് മാത്രമേ കളങ്കില്ലാത്ത സ്നേഹമുള്ളൂ അല്ലേ കേട്ടോ? നമ്മള് സ്നേഹിക്കുക മറ്റതൊക്കെ പറഞ്ഞ സ്നേഹം ഏത് തരത്തിൽ അളന്നു കൊടുക്കേണ്ട രീതിയായിപ്പോ. സ്നേഹിച്ചിട്ടും കാര്യമില്ല, സ്നേഹിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ല. സ്നേഹിച്ചതിന്റെ കൂലിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരോഗ്യമില്ല, ഇതൊന്നും അനുഭവിക്കും. സത്യം പറ, അങ്ങനെ ദൈവമേ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇനിയും അങ്ങനെ കുറ്റങ്ങൾ അനുഭവിക്കുകയോ അങ്ങനെ നേരത്തോടുകൂടി വിളിച്ചു വിട്ടാ മനസ്സാന്നിട്ട് ഞാൻ പറയണത്. ദൈവത്തിന് നിരക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കാതെ ഞാൻ ഇനി ആർക്കും വേണ്ടി അനുഭവിക്കാൻ നിൽക്കില്ല. സത്യം, ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ചിരിച്ചു പുറത്തുണ്ട്. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അത്രയേറെ ആൾക്കാർ കുട്ടികൾ കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി അനുഭവിക്കാൻ വയ്യ. ഞാൻ അനുഭവിക്കണം വേദം. ദൈവം അങ്ങോട്ട് വിളിക്കണേ. ഞാൻ വയ്യാണ്ടായി ദൈവത്തോട് 100 പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഒരു കാപത്ത് വരാണ്ട് കാത്തോടെ 2 കുഞ്ഞു മക്കൾക്ക് സത്യമായിട്ടുണ്ട്. ഇനി കൊടുക്കണേന്ന് കുടിക്കണേന്ന് കൂടി ഇതുപോലെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് താങ്ങില്ല, താങ്ങാവുന്നതിന് അപ്പുറമായി. എളുപ്പമല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കുട്ടികൾക്ക് വയസ്സ് 18-20 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യഥാർത്ഥത്തിൽ അച്ഛനമ്മമാർ കുറച്ചുകൂടി അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ എഡ്യൂക്കേഷൻ ലൈനിലൊക്കെ ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാക്കി അവരെ പഠിത്തത്തിൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ജോലിയൊക്കെ ആക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അതിന് പകരം ആ വയസ്സിൽ തന്നെ ഒരു വിവാഹ നിശ്ചയമൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കൂടി ആ ഒരു റൂട്ടിൽ കൂടി ആ കുട്ടികളെ വിട്ടിരിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതും, കാരണം ഇവർക്ക് പറയാം ആ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വിവാഹം കഴിച്ച് അയക്കാം എന്നുള്ളത് തീരുമാനിച്ചതാണെന്നുള്ളത്. അപ്പോൾ പഠിക്കാൻ താല്പര്യക്കുറവുള്ള ധാരാളം കുട്ടികളുണ്ടെങ്കിലും അതൊക്കെ മാതാപിതാക്കളുടെ കടമയാണ്. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനെങ്കിലും എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കല്യാണത്തിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിച്ച് ഇടാൻ പാടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും അവർ അവിടെ ചെയ്യാതെ വിട്ടു. പിന്നെ എന്തു തന്നെയാലും ഈ 18 വർഷത്തോളം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോഴേക്കും അവർക്ക് ഈ മാതാപിതാക്കൾക്ക് മനസ്സിന് സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരിയാണെങ്കിലും ഇവിടെ വന്നിട്ട് 2 ഭാഗത്തും തെറ്റുണ്ട്. മാത്രവുമല്ല ഇവിടെ ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇത് കണ്ടപ്പോൾ തോന്നുന്നത്. ഓരോരോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും പക്വത കാണിക്കേണ്ട മാതാപിതാക്കൾ ഇത് വന്നിട്ട് സമൂഹത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ഈ കുട്ടികളെ നാണം കെടുത്തുന്നത് അതല്പം കൂടി പോകുന്നില്ലേ എന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ പരസ്പരം സംസാരിച്ചിട്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഇതിലൊക്കെ ഉള്ളൂ. അത്രയ്ക്കും വന്നിട്ട് വലിയ കൈവിട്ടു പോയ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. ഇരുന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ചും അമ്മയ്ക്ക് മകളോടുള്ള ദേഷ്യം കെട്ടടങ്ങുന്നില്ല. അവർക്ക് പിന്നെയും അത് ആലോചിച്ചിട്ട് മാനസികമായിട്ടും മെൻ്റലി അവർ ആകപ്പാടെ ഒരു കൈവിട്ട തകർന്ന നിലയിലും മനസ്സ് കൈവിട്ട നിലയിലും ഒക്കെയാണ് അവരുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും അങ്ങനെ തോന്നുന്നത്. അവർക്കിത് തീർത്തും ഉൾക്കൊള്ളുവാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് കാര്യഗൗരവമൊന്നും മനസ്സിലാക്കാതെ ഇതിൻ്റെ വരും വരായികളെ കുറിച്ചിട്ടൊന്നും ആലോചിക്കാതെ ഇവർ വന്നിട്ട് വായിൽ വരുന്നതൊക്കെ സോഷ്യൽ മീഡിയ വഴി വിളിച്ച് പറയുകയാണ്. അത് പറയുന്നത് സ്വന്തം കുട്ടികളാണെന്ന് ഉള്ളൊരു ചിന്ത പോലും ഉണ്ടോ എന്നും അറിയില്ല. പിന്നെ 2 ഭാഗത്തും നമുക്ക് കുറ്റം പറയാനും സാധിക്കുന്നില്ല. ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും
ഒരുപാട് വീടുകളിൽ ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇനിയും ഫ്യൂച്ചറിലും ഭാവിയിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് കരുതി സംയമനം തെറ്റി മനസ്സ് തകർന്ന് ഇങ്ങനെയൊക്കെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് വേണം ഓരോന്നൊക്കെ പറയാനായിട്ട്. കാരണം ഒരു തവണ പറഞ്ഞു പോയാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആ കുട്ടികൾക്ക് ഭാവിയിലും അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കേണ്ടതും മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴേക്കും തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അവരോട് ക്ഷമിക്കുവാനും അവരെ സഹായിക്കുവാനും ജീവിതത്തിൽ ഗൈഡൻസൊക്കെ കൊടുക്കുവാനും എന്നും മാതാപിതാക്കൾ മാത്രമേ ഈ കുട്ടികൾക്കും ഉണ്ടാകുകയുള്ളൂ എന്നൊരു ചിന്തയും ഇവർക്ക് വേണം. ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ട് രണ്ട് പക്ഷവും ചേർന്നിട്ട് ന്യായം പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കിതൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ടാകും, ഇവരുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ധാരാളം പേരുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, അത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റിലും നടന്ന് കാണുമ്പോഴേക്കും ഇനി വരുന്ന തലമുറയെങ്കിലും ഇതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ, നല്ല അനുഭവങ്ങൾ അവർക്ക് സ്വായത്തമാക്കുവാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.